ഡീസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്പായസമാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഉണക്കലരി കൊണ്ടാണ് നെയ്പായസം ഉണ്ടാക്കാറുള്ളത്. എൻ്റെ കയ്യിൽ ഉണക്കലരി ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസിൻ്റെ അളവിന് 1 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണക്കലരി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക, ഇല്ലെങ്കിൽ മാത്രം പച്ചരി എടുക്കുക. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ ഏകദേശം 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. എന്നിട്ട് അരിച്ചിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കാൻ എടുക്കുന്നത്. അടുത്തത് നെയ്യ് വേണം, ഒരു 3 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് കുറച്ച് ഏലക്കയാണ്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ അരി ഒന്ന് നല്ലപോലെ കഴുകി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എളുപ്പത്തിനായി ഇവിടെ കുക്കറിലാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉരുളിയിലും ഉണ്ടാക്കിയെടുക്കാം. അരി നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് വെന്തുടഞ്ഞ പരുവത്തിലാണുള്ളത്. ഇനി ഇതിലേക്ക് ശർക്കര കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ ഈ അരി ഒന്നുകൂടി ഒന്ന് ഉറച്ച് കിട്ടും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള വേവായിട്ട് ഇത് കിട്ടും. നമുക്ക് ശർക്കര പാനി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര പാനി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അരി കറക്റ്റായിട്ടുള്ള വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഹോളായിട്ടുള്ള ഏലക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കയുടെ പൊടിയാണെങ്കിലും ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അവസാനമായി ഞാനിതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ശരിക്കുള്ള നെയ് പായസത്തിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊന്നും ചേർക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഈ പാർട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ നെയ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഡീസ് കുക്കിംഗ്.